കോടതി വിധിയെ ബഹുമാനിക്കുന്ന അഖിൽ മൈരാറിന്റെ ഒരു താത്വിക അവലോകനം വന്നിട്ടുണ്ട്. അഖിൽ ഭയങ്കര ടോക്സിക് ആണ്. എനിക്ക് അപ്പോഴേ തോന്നി അവൻ ടോക്സിക് ആണെന്ന്. മൈരാറിന്റെ അവലോകനം ഇങ്ങനെയാണ്: ബുദ്ധിയുള്ള ദിലീപ് ക്രൈം ചെയ്യുമോ? ഇതാണ് ഇയാളുടെ അസുഖം. എ കേസ് ഓഫ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. 1.5 കോടി കൊടുത്തിട്ട്. അപ്പൊ പിന്നെ ജയിലിൽ കിടക്കുന്ന ഇന്റലിജന്റ് ക്രിമിനൽസ് ഒക്കെ ആരുടെ? എനിക്ക് തെറ്റ് പറ്റിയോ? ആലോചിച്ച് തന്നെ തരിച്ചു കയറുക. അൾട്ടിമേറ്റ്ലി ദിലീപ് ഇത്രയും റിസ്ക് എടുത്ത് ഇത് ചെയ്യുമെന്ന്. അപ്പൊ പിന്നെ ഇന്ത്യയിലെ 90% കോൺട്രാക്ട് ക്രൈംസ് ഒക്കെ പിന്നെ എന്താണ്? ഇനി വേറൊരു ഭാഗമുണ്ട്. ഈ നടി ഡ്രൈവറിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പോസിബിൾ ആണോ? പീഡനം XUV-യിൽ നടക്കുമോ? ചുരുങ്ങിയ സ്ഥലത്ത്. ആ നട്ടപ്പാതിരക്ക് ഓരോ നട്ടപ്രാന്തല്ലാണ്ട് എന്താ? ആളുകൾ ഓട്ടോയിൽ, ട്രെയിനിൽ, പബ്ലിക് വാഷ്റൂമിൽ, ചേഞ്ചിങ് റൂമിൽ, ഇവിടെയൊക്കെ ലൈംഗിക അതിക്രമണം നടക്കുന്നുണ്ട്. അല്ലാതെ അക്രമം നടക്കാൻ സ്റ്റേഡിയം ഒന്നും വേണ്ട. ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പം തോന്നുന്നു. ഇനിയാണ് മൈരാറിന്റെ അടുത്തൊരു സാധനം. ഇരയെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെയും കൂട്ടി പോയി, പുരുഷനാണെങ്കിൽ ഭാര്യനെയും കൂട്ടി പോയിട്ട് XUV-ടാത്ത് കയറി കിടന്നിട്ട് പീഡനത്തിന്റെ ഡെമോ ഒന്ന് ചെയ്യേ. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. മൈരാറെ, ഈ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് സയൻസ് എക്സ്പെരിമെന്റ് ഒന്നുമല്ല. ഡെമോ ചെയ്ത് നോക്കാനേ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇവനാണ് ഞാൻ കണ്ടതിൽ വെച്ച് റേപ്പ് സർവൈവറിനെ അപമാനിക്കുന്ന ഏറ്റവും തരം താഴ്ന്ന ഒരു ജീവി. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. പീഡിപ്പിച്ചവരുടെ നറേറ്റീവ് ഉണ്ടല്ലോ, അതിനെ അങ്ങ് നോർമലൈസ് ചെയ്യണമേ. പറഞ്ഞത് എങ്ങോട്ട് കേറി പോകുന്നേ? പറഞ്ഞ എന്നെ അങ്ങ് വഴി തെറ്റിക്കുമല്ലോ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം.